ഹലോ, വെൽക്കം ബാക്ക് ടു മിനി ഷിബു വ്ളോഗ്സ്. ഇത് നമ്മളെ ഒരു അതിന് മുമ്പ് ഞാനൊരു ബ്ലൗസ് കാണിക്കാമേ. ഈ ബ്ലൗസിന്റെ കൈ കണ്ടോ, കുട്ടി കയ്യ്. ഈ കൈ എങ്ങനെയാ വെക്കുന്നതെന്നും, അതായത് ഈ കൈ അവർക്ക് ഈ കുഞ്ഞു കൈ മതി, പക്ഷെ ഇവിടെ കക്ഷത്തിന്റെ അവിടെ തുണി വേണം താനും. കഷം വൃത്തികേടായിട്ട് കാണരുത്. കുഞ്ഞു പേരിനൊരു കൈ മതി. അപ്പൊ ഞാന് ഇതെങ്ങനെ കട്ട് ചെയ്തെന്നും ഇതെങ്ങനെയാ പിന്നെ ഈ ഷേപ്പിൽ കണ്ട, ഇതിലൂടെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് കൈക്ക്. ഈ ഷേപ്പിൽ ഇത് കൊണ്ടുവന്നതെന്നും ഒക്കെ ഞാനിന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ. അതെങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ നോക്കിയോ. ഇത് കണ്ടോ, ഇതിന്റെ നെക്ക് കണ്ടോ, നല്ല വീനെക്ക് വെച്ച് ഫ്രണ്ടും ബാക്കും വീനെക്കാണ്. ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സ്റ്റിച്ചിങ് കാണണമെന്നുള്ളവർക്ക് ഞാൻ വേറൊരു ബ്ലൗസ് എനിക്ക് തയ്ച്ച് കാണിക്കും. ഇത് ഇച്ചിരി അർജന്റ് ബ്ലൗസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കാതെ അങ്ങ് തയ്ച്ചേ. ഇത് ഇപ്പൊ ക്യാൻവാസ് വെച്ച് തയ്ച്ചേക്കുന്ന പോലെ ഞാൻ ഇതിനകമൊക്കെ തയ്ച്ചേക്കുന്നത്. ഇത് കണ്ടോ. അപ്പൊ ഇതിന്റെ കട്ടിങ്, മെയിനായിട്ട് ഇതിന്റെ കയ്യാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ബ്ലൗസിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോ കാണാമേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ആദ്യം തന്നെ ഒരു ലൈക്ക് കൊടുത്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കേ. നല്ല ഇങ്ങനെ കേറി നിൽക്കും, കൈ ഇങ്ങനെ കേറി നിൽക്കുന്ന നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ലീവ്. അത് കുഞ്ഞു കൈ, തീരെ ചെറിയ കൈ വെക്കണമെന്ന് പറയുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഓൺ ചെയ്യാതെ തന്നെ കുറേ ലെക്ചർ എല്ലാം പറഞ്ഞ് കൈ കട്ട് ചെയ്തു. നിങ്ങളെ കാണിക്കാനായിരുന്നു ഇങ്ങനത്തെ കൈയ്യ്. ഇപ്പൊ ഇതെങ്ങനെ കട്ട് ചെയ്തെന്ന് ഞാൻ വീണ്ടും ഒരു തുണിയിൽ കട്ട് ചെയ്ത് കാണിക്കാമേ, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ നമുക്ക് ഈ തുണിയിൽ ആ കൈ എങ്ങനെ ഞാൻ വെട്ടിയെന്ന് കാണിക്കാമേ. ഇവർക്ക് കൈ പേരിനുള്ള കൈ മതി എന്നാ പറഞ്ഞേക്കുന്നത്. ചീര കുഞ്ഞു കൈ എന്നാ കൈക്കുഴി വൃത്തികേടായിട്ട് കാണുകയും ചെയ്യരുത്, കക്ഷം കാണരുത്. അപ്പൊ അതിന് എന്നാ ചെയ്യണമെന്നാ, ഒരു മിനിമം ഒരു 5 ഇഞ്ചെങ്കിലും കൈ എടുത്തെങ്കിലേ നമുക്കിത് വൃത്തിയായിട്ട് വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവർക്കിപ്പോ വേണ്ടാത്ത സ്ഥിതിക്ക് നമുക്ക് അത്രയും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 4.5 ഇഞ്ച് എടുക്കുവാണേ. 4.5 ഇഞ്ച് ഇവിടെ, 4.5 ഇഞ്ച്. എന്നിട്ട് ഒരു കൈ വെട്ടാൻ മിനിമം ഒരു 3 ഇഞ്ചെങ്കിലും ഇറക്കി വെട്ടിയെങ്കിലേ ഈ സൈസിനൊക്കെ കറക്റ്റായിട്ട് വെട്ടാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളൊരു 2.5 ഇഞ്ച് എടുക്കുക. ഇവിടെ തുണി വേണമല്ലോ. ഇനിയും ഇവിടെ തീരെ കുറഞ്ഞു പോവുകയും ചെയ്യല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു 2.5 ഇഞ്ച് എടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുക. ഡബിൾ ലൈൻ കൊടുത്തു, ഇവിടെ ലൈൻ കൊടുത്തു. ഇവർക്ക് ആം ഹോള് 16 ഇഞ്ചാണേ. നമ്മൾ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എടുത്തു, ഇവിടുന്ന് 6 ഇഞ്ച് എടുത്തു. കൈയും നല്ല ഒരുവിധം കൈക്ക് വണ്ണമുള്ള ആളാ. അപ്പം ഒരു 6.5 ഇഞ്ചെങ്കിലും വേണം കയ്യ്. അപ്പൊ ഞാൻ ഇത്രയും കുഞ്ഞു കൈയാകുമ്പോ ഇച്ചിരി ലൂസും വേണമല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് 6.5 ഇഞ്ച് എടുക്കുവാണേ. ഇത്രയും ഇപ്പൊ നമ്മൾ സാധാരണ പോലെ ഇവിടുന്ന് 2.5 ഇഞ്ച് എടുത്ത് സാധാരണ പോലെ കൈ എടുത്തു. എന്നാലും ഇത് വലിയ കൈയാ, അവർക്ക് പേരിന് കൈ മതി എന്നാ പറയുന്നത്. അപ്പൊ ഇത് 4.5 ഇഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു 1/2 ഇഞ്ച് കൂടെ വീണ്ടും ചെറുതാക്കാം. ഇവിടുന്ന് ഇതാ ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. കൊടുത്തിട്ട് ഇതിനെ നമ്മളിങ്ങനെ റൗണ്ട് ആക്കി എടുക്കുക. ഇങ്ങനെ ഇതിന്റെ സെന്ററിലോട്ട് വന്ന് ഇങ്ങനെ അങ്ങ് പോവുക. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പൊ വെട്ടാനും നമുക്ക് ലൈൻ വേണമല്ലോ. അതേ പാതിരി വെട്ടി വന്നതിലല്ലേ തയ്ച്ചു വന്നതിലല്ലേ ആ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ അതേപോലെ ഇവിടവും ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടോ. അപ്പൊ നമുക്കിത് വെട്ടിയെടുക്കാം. ഇപ്പൊ കണ്ട കയ്യെ ഇവിടെ ഇങ്ങനെ കേറി, ഇത് കൈ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ഈ കൈ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ട.
മനസ്സിലായി. ഇപ്പൊ ഫ്രണ്ട് വെട്ടണം. ഇത് ഞാൻ ഇത് ഫ്രണ്ട് വെട്ടിയതാണേ, ഇത് വെട്ടിയിട്ടില്ല. ഇത് നമുക്ക് എടുത്ത് വെച്ചേക്കാം. അങ്ങനെയാണ് ഇപ്പൊ ഈ കൈ വെട്ടിയെടുത്തത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് വെട്ടാം. ഇപ്പൊ നമുക്ക് ബാക്ക് വെട്ടാനായിട്ട് 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവർക്ക് ഹൈറ്റ് 14.5 ഇഞ്ചാണ്. 14.5 ഇഞ്ച് ഇവിടുന്ന് എടുക്കാം. നമുക്ക് ഇവിടെ 2 ലൈൻ കൊടുത്തിട്ട് നെക്ക് ഇവർക്ക് വീനെക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വീനെക്ക് വേണമെങ്കിൽ ഇച്ചിരി വൈഡായിട്ട് എടുക്കണം, അപ്പോഴേ വി നല്ലതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ മൊത്തം 6 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് നെക്കിനും 3 ഇഞ്ച് ഷോൾഡറിനും എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് ഷോൾഡർ മൊത്തം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്ക് ഇറക്കം ഇവർക്ക് 10 ഇഞ്ചാണ്. 10 ഇഞ്ച്. ഇപ്പം ഇതില് നമ്മൾ നല്ല വി അങ്ങ് വെട്ടിയെടുക്കുക. ഇപ്പൊ വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്ത് വേണേലും എടുക്കാം. ഇങ്ങനെ നമ്മൾ വി വെട്ടിയെടുക്കുവാണേ. ഒമ്പതേകാല്. നമുക്ക് ഇവിടുന്ന് 6 ഇഞ്ച് ഹൈറ്റ് എടുത്തോണ്ട് ചെസ്റ്റ് ഇവർക്ക് 34 ഇഞ്ചാണ്. അപ്പം കൂടെ വന്ന് ചെസ്റ്റ് അല്ല ബെസ്റ്റ് അളവ് ഇവർക്ക് എടുത്തേക്കുന്നത് 34 ഇഞ്ച്. അതിന്റെ കൂടെ 2 ഇഞ്ചാ ചേർക്കേണ്ടത്. ഇപ്പൊ ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് ചേർക്കണം. അപ്പം 3/4 ഇഞ്ച് എക്സ്ട്രാ ഇടണം. 3 37. 37 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 9.25. 9.25 ചെസ്റ്റ് അളവ്. നമുക്കിതങ്ങ് ജോയിൻ ചെയ്ത് ഇതിനകത്ത് നമുക്കിപ്പം അവർ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാമേ. നേരെ ഒരു ലൈൻ 2, 1.5 നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 8 ഇഞ്ച്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. രണ്ടിടത്ത് നോച്ച് കൊടുത്തു. ഇപ്പൊ നമുക്ക് ഫ്രണ്ട് വെട്ടാം. ഫ്രണ്ട് ഇത് ക്രോസ് കട്ടിങ് വെട്ടാമേ. മൊത്തം ഔട്ട്ലൈൻ വരച്ചെടുക്കുക. നമുക്ക് ഇവിടെ ചരിച്ച് വെട്ടുക. വീണ്ടും ചരിച്ചൊരു ലൈൻ. ഇവിടുന്ന് നമുക്ക് ഫ്രണ്ടും ഇവർക്ക് പിന്നെ ഇത് തന്നെയാ, വി കട്ട് തന്നെയാ. നമുക്കൊരു 7 ഇഞ്ചെങ്കിലും ഹൈറ്റ് എടുത്തെങ്കിൽ വീനക്കൊക്കെ വെക്കുമ്പം നന്നായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് 6 വെക്കാറേ. ഇപ്പൊ നമ്മൾ 7 എടുക്കാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇവരുടെ നെക്ക് ഇവിടുന്ന് ചെയ്യുന്നോ അവിടുന്ന് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് 7 ഒരു മാർക്ക്. 7 7.25 കുഴപ്പമൊന്നുമില്ല. 7 ഇഞ്ചിലോട്ട് ഒരു മാർക്ക്. ഇവിടെ ഇച്ചിരി ഇറക്കം ഉണ്ടെങ്കിൽ വീനക്കൊക്കെ നന്നായിട്ട് നിൽക്കത്തുള്ളൂ. അടുത്തത് ഇവരുടെ ടക്കിന്റെ ഹൈറ്റ്. ടക്കിന്റെ ഹൈറ്റ് എത്രയാ? 10.5 13. 10.5 13. എന്നിട്ട് ഇവരുടെ ബെസ്റ്റിന്റെ പോയിന്റ് നോക്കണം. ഒരു 4 ഇഞ്ച് എടുക്കാം. 3.25 ആണ് അവരുടെ ബെസ്റ്റ് പോയിന്റ്. നമ്മൾ 4 ഇഞ്ച് എടുത്തു. കാരണം ഇവിടെ 1/4 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ പോകുമല്ലോ. ഇവിടെ അതുപോലെ 4 ഇഞ്ച് എടുത്തു. 3 ഇഞ്ച് ടക്ക് വെക്കാം. 1.5 1.5. ഇവിടുന്ന് നമ്മളൊരു 4.5 ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കം വെക്കുവാണ്. ഇവിടുന്ന് 5.5 ഇഞ്ച് വെക്കുവാണ്. ഇതിങ്ങോട്ട് മാർക്ക്, ഇതിങ്ങോട്ട് മാർക്ക്. ഇവിടെ ആം ഹോൾ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് കുഴിച്ചു വിട്ടുക. ഇപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഒരു 2.25 ഇഞ്ചിൽ ഒരു മാർക്ക്. അതേപോലെ ഇവിടുന്ന് ഒരു ലൈൻ കൊടുത്തിട്ട് ഇവിടുന്ന് 1.5 ഇഞ്ചിൽ ഒരു മാർക്ക്. മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരുടെ ബെൽറ്റ് എടുക്കാം. ബെൽറ്റ് എടുക്കാനായിട്ട് ഇത് വെച്ച് നോക്കുക, ഇതും വെക്കുക. എത്ര ഉണ്ടെന്ന് മളം നോക്കുക. ഇത് 2.5 ഇഞ്ച് ഉണ്ട്. അപ്പൊ ഇത് ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇപ്പൊ 3.5 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് എടുക്കാം. 3.5. നമ്മൾ അവരുടെ ചെസ്റ്റ് എടുത്തേക്കുന്നത് 9.25 ആണ്. ഒരു 10 ഇഞ്ച് എടുക്കാം. 3.25 ഇവിടെ. ബെൽറ്റും വെട്ടിക്കഴിഞ്ഞു. വീനക്കാണ്. ഇത് തയ്ച്ച് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ ഇടാമേ.